ഹായ് ഓൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കേരള PSC ജോലികൾക്കുള്ള അപേക്ഷയുടെ പ്രായപരിധി ഉയർത്തിയിരിക്കുകയാണ്. അതായത് ഇന്നലെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഗവൺമെന്റ് ആണ് ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഇനി മുതൽ 36 വയസ്സ് മാക്സിമം പ്രായപരിധി പറഞ്ഞിരുന്ന പോസ്റ്റുകളിലേക്കൊക്കെ ഇനി മുതൽ ജനറൽ കാറ്റഗറിയുടെ പ്രായപരിധി 40 ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ്. അതായത് 40 ഉയർത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 40 എന്ന് പറയുന്ന ഏജ് ബാറിലുള്ള ചില പോസ്റ്റുകളുമുണ്ട്. അവയ്ക്കും ആനുപാതികമായിട്ടുള്ള ഉയർച്ച കിട്ടുമെന്നുള്ളതാണ്. ഇനിയും നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ മുമ്പുള്ള കടമകൾ എന്തൊക്കെയാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഈ ഡിസിഷൻ ഓർഡറായിട്ട് ഇറങ്ങും. ഓർഡർ ആയി കഴിഞ്ഞാൽ ഇനി മുതൽ വരുന്ന നോട്ടിഫിക്കേഷനുകൾ കേരള PSC ഈ ഒരു മാനദണ്ഡം പാലിക്കുമെന്നുള്ളതാണ്. ഇനി നമുക്ക് അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനോടനുബന്ധിച്ച് തന്നെ ചില പോസ്റ്റുകൾക്ക് 36 പ്രായപരിധി ഉണ്ടായിരുന്നില്ല. ചിലതിന് 32-ലും ചിലതിന് 33-ലും ഒക്കെ ആയിരുന്നു പ്രായപരിധി. ഈ പ്രായപരിധിയിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ചിലപ്പോൾ അതിലും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ സാധ്യതകൾ തുറന്നു കിട്ടിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അല്ലെന്നുണ്ടെങ്കിൽ ഏജ് ബാറിലേക്ക് എത്തി നിൽക്കുന്നവർക്കൊക്കെ വളരെയധികം ടെൻഷനുള്ള ഒരു സമയമായിരുന്നു. ഇനി നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ. അതുപോലെ തന്നെ റിട്ടയർമെന്റ് ഏജുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷനാണ് ഈ ഒരു ഉത്തരവിലൂടെ ഗവൺമെന്റ് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും മറ്റ് കടമകളൊന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് വളരെ അഭിമാനകരമായി തന്നെ പഠിച്ചു തുടങ്ങാം. കാരണം നമ്മുടെ എക്സാമിനേഷന്റെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40ലേക്ക് മാറുകയാണ്. അവിടെ ഉണ്ടാകുന്ന മറ്റു മാറ്റങ്ങൾ കൂടി നമുക്ക് നോക്കാം. 40 വയസ്സുള്ള ജനറൽ കാറ്റഗറിക്കാരന് ഈ ഒരു 40 വയസ്സ് മാക്സിമം ഏജ് വരെ എഴുതാൻ കഴിയുമ്പോൾ OBC കാരന് അത് 3 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. SC/ST വിഭാഗങ്ങൾക്ക് അതിന് ആനുപാതികമായിട്ട് 5 വർഷം വരെയും എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പോലുള്ള കാറ്റഗറിയിലേക്ക് അതിന് ആനുപാതികമായിട്ടുള്ള ഇളവും PSCയിൽ നിന്ന് ലഭിക്കുമെന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി നമ്മുടെ മുമ്പിൽ പഠിക്കുക എന്ന ലക്ഷ്യമാണ്. ധാരാളം ലക്ഷ്യങ്ങളുമായിട്ട് വളരെ ആഗ്രഹങ്ങളോടുകൂടി ചിലരുടെയൊക്കെ പ്രായം കടന്നുപോയി എന്ന വിഷമത്തിലിരിക്കുന്നവരുണ്ട്. അവർക്കും ധൈര്യമായിട്ട് തയ്യാറെടുപ്പുകളോടുകൂടി മുമ്പോട്ട് പോകാം. ധാരാളം നോട്ടിഫിക്കേഷൻ ആണ് ടെക്നിക്കൽ മേഖലയിൽ തന്നെ കേരള PSCയിൽ വരാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്കുള്ളതാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. അതുപോലെ തന്നെ ഈ മാസം കടന്നു പോവുകയാണ്. ഫെബ്രുവരി എന്ന് പറയുന്ന മാസത്തിന്റെ ഈ വർഷത്തിന്റെ ആദ്യ 2ാം മാസത്തിന്റെ അവസാന പദങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. അതിനോടനുബന്ധിച്ച് ഏണസ്റ്റ് അക്കാഡമിയുടെ സെലക്ട് ചെയ്ത കോഴ്സുകൾക്ക് നമ്മൾ ആകർഷകമായ ഓഫറാണ് നൽകുന്നത്. 40% വരെയുള്ള ഓഫറാണ്. ഈ ഒരു മാറിയ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനുള്ള വളരെ നല്ല ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾ സ്വന്തമായിക്കൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്കുള്ളതാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്ക് ഒരുമിച്ച് സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തിലേക്ക് എത്താം. ഈ ഒരു വീഡിയോ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ ഒരു ഓഫറിനെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.